നീ ആ കണ്ണന്റെ മുറപ്പെണ്ണല്ലായിരുന്നോ? അപ്പൊ പിന്നെ നിനക്ക് അവനെ കെട്ടിക്കൂടായിരുന്നോ? അങ്ങനെയൊക്കെ എല്ലാരും പറഞ്ഞതാ, പക്ഷെ ഇവള് കേട്ടില്ല. മോളെ, മോള് വലിയ അബദ്ധമാ കാണിച്ചത്. അങ്ങനെ അവനെ കല്യാണം കഴിച്ചിരുന്നെങ്കിലേ അവന്റെ സ്വത്തെല്ലാം അടിച്ചു മാറ്റിയിട്ട് മോക്ക് വേറെ നല്ല യോഗ്യന്മാരായ പയ്യന്മാരെ കല്യാണം കഴിച്ച് സുഖിച്ചങ്ങ് ജീവിക്കായിരുന്നു. ആ വേണ്ട സമയത്ത് വേണ്ടതൊക്കെ ചെയ്യണ്ടേ മോളെ. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവന്റെ സ്വത്തെല്ലാം അനുഭവിക്കാനുള്ള യോഗം ഒന്നുമില്ലാതെ കിടന്ന് ഒരുത്തിക്കാം. അതെ അതെ, അമ്പലത്തിലെ പടച്ചോറും കഴിച്ച് നടന്നിരുന്ന ഒരുത്തിയാ ഇപ്പൊ കമലേശ്വരം തറവാട് ഭരിക്കുന്നത്. ഭഗവാനെ, നിങ്ങള് വാ, കർമ്മബലം. ഹലോ, കുറെ നേരമായിട്ട് ഇങ്ങനെ മറിഞ്ഞു നടക്കുന്നല്ലോ, എന്തു പറ്റി? ഒന്നുമില്ല. കൂടെ വന്ന കൊച്ച് പുറത്തോട്ട് പോയല്ലോ, അത് ഭാര്യയല്ലേ? ആ അതെ, അതിനുശേഷം 3-4 പേര് ഇങ്ങോട്ട് വന്നില്ലേ, അവരെ കാണണ്ടെന്ന് കരുതി മറിഞ്ഞു നിന്നതാ. ആ തോന്നി. പ്രതാപാ, ദേ നോക്കിയേ, അവള് പോയിട്ടില്ല കേട്ടോ. ശരിയാണല്ലോ അമ്മേ, ഇവിടുന്ന് പോകുന്നില്ലേ? ഓ, ഇനിയും പൂജയും മന്ത്രവാദവും ഒക്കെ കാണുമായിരിക്കും. നമ്മളുള്ളോണ്ടായിരിക്കും അത് നടത്താതിരിക്കുന്നെ. സത്യമാടാ പ്രതാപ, അല്ലെങ്കിൽ അവക്ക് പോയിക്കൂടായിരുന്നോ? നിനക്കെന്താടി ഇവിടെ വന്നിട്ട് പോകാൻ തോന്നുന്നില്ലേ? ഇവര് കണ്ണേട്ടനെ കണ്ടില്ലെന്നാ തോന്നുന്നേ. അവളെ ഏതാണ്ടൊക്കെ ആലോചിച്ച് കൂട്ടുക. മനസ്സിനകത്ത് നിറയെ വിഷമല്ലേ, അപ്പൊ ആലോചിക്കാൻ ഒരുപാട് കാണുമായിരിക്കും. ഇതൊരു അമ്പലോ, ഇവിടുന്ന് ഞാൻ എപ്പോ പോണം പോണ്ടാന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ. വിളിച്ചുണർത്ത്, അയ്യപ്പനെ വിളിച്ചുണർത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ നശിപ്പിക്കാൻ നോക്ക്. അതെടേ, എല്ലാരെയും ഒന്നിച്ച് യമപുരിയിലോട്ട് അയക്കേ. നമ്മുടെ മനസ്സെന്താണെന്ന് ദൈവങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇതിനൊന്നും ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. ഇവള് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ ശ്രീമന്തനിക്ക്? ഇവളെ പറയുന്നതിനൊക്കെ ഇവളെ അയ്യപ്പസ്വാമിയെ കൊണ്ട് മറുപടി പറയിപ്പിച്ചോളാന്നാ പറയുന്നേ. അങ്ങനെ ഒരു ദൈവവും ആർക്കു വേണ്ടി നിലകൊള്ളുന്നില്ല. നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചാ ദൈവങ്ങൾ ഓരോന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അമ്മേ, ഇവൾ ആ കണ്ണന്റെ ഒപ്പം കൂടിയതിനു ശേഷം ഓരോരോ ആദർശങ്ങൾ ഇങ്ങനെ കൂടുതലായിട്ട് പറയുക. നീ ഒരുപാട് കിടന്നങ്ങ് പ്രാർത്ഥിച്ചല്ലോടി, എന്നിട്ട് നിനക്ക് നിന്റെ ഭർത്താവിനെ ഒന്ന് എണീപ്പിച്ച് നടത്താൻ പറ്റിയോടി? ഇവള് കൂടെ കൂടിയതുകൊണ്ട് ഇനി കണ്ണൻ ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല. നേരത്തെ തന്നെ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നേനെ. പക്ഷേ അങ്ങനെ നടക്കാതിരിക്കാനുള്ള കാരണക്കാര് നിങ്ങളുടെ ഭർത്താവും അതുപോലെ തന്നെ കണ്ണേട്ടന്റെ വീട്ടിലുള്ളവരുവാ. ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല. നീ നിന്റെ മുടിഞ്ഞ വൈദ്യനും കൂടെ അങ്ങനെയൊക്കെ വരുത്തി തീർത്തതാ. അതെ അതെ,